Hello everyone. Today's topic is Scleroderma. Scleroderma എന്ന് ഉള്ളത് കൊണ്ട് sclero means, as we all know, hardening. Derma means something related with the skin. So the scleroderma altogether നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. It is hardening and tightening of skin. എസ്പെഷ്യലി സ്കിൻ. ഇത് ശരിക്കും സ്കിന്നിൽ മാത്രം കണ്ടുവരുന്നൊരു രോഗമല്ല. ഇറ്റ് ഇൻവോൾവ് സോ മെനി അതർ കണക്റ്റീവ് ടിഷ്യൂസ് ആസ് വെൽ. പക്ഷേ ഇത് കൂടുതലും ഇതിൻ്റെ സയൻസ് കണ്ടുവരുന്നത് സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് ആണ്. സോ സ്ക്ലിറോഡെർമ, അതുകൊണ്ട് ഡെർമ എന്നുള്ളത് വരാൻ തന്നെ കാരണം, ഈവൻ ദോ സ്ക്ലിറോഡെർമ ഈസ് നോട്ട് സ്ട്രിക്ട്ലി റിലേറ്റഡ് വിത്ത് സ്കിൻ, ഒരുപാട് കണക്റ്റീവ് ടിഷ്യൂസ് ഇൻവോൾവ് ആവുന്നതാണ് എങ്കിലും പ്രിഡോമിനൻ്റ്ലി സ്കിന്നിൽ കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സ്ക്ലിറോഡെർമ എന്നതുകൊണ്ട് പറയുന്നത്. ഇറ്റ് ഈസ് ഹാവിങ് സം റിലവൻസ് ഇൻക്ലൂഡ്സ് കൂടുതലും ഫീമെയിൽസിലാണ് ഈ രോഗം കണ്ടുവരുന്നത്. പിന്നെ ഒരു ഏജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു 30 to 50 ഇയേഴ്സിലാണ് ഇത് കൂടുതലും ആളുകളിൽ ഇതിൻ്റെ സയൻസ് കണ്ടുവരുന്നത്. സോ 2 things you have to remember. It is mainly seen in women more than in men, and it occurs around the age group of 30 to 50 mainly. Then comes signs and symptoms. സൈൻസ് ആൻഡ് സിംറ്റംസ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് എടുക്കാം. ഹാർഡൻ ആൻഡ് ടൈറ്റൻഡ് പാച്ചസ് ഓഫ് സ്കിന്ന് വളരെ ഹാർഡാവുക, എന്നിട്ട് വളരെ ടൈറ്റ് ആവുന്ന ഒരു പ്രകൃതം നമുക്ക് കാണാൻ സാധിക്കും. അതായത് സ്കിന്നിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ നശിക്കും. അതിൻ്റെ ഭാഗമായിട്ട് സ്കിന്ന് വളരെ ഷൈനിങ് ആവും ഈ ഇങ്ങനെ ഹാർഡൻ ആവുന്നതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അതിൻ്റെ മറ്റേ ഫ്ലെക്സിബിലിറ്റി ഒക്കെ പോയിട്ട് ഭയങ്കര റിജിഡ് സ്കിന്നായിരിക്കും, ഭയങ്കര ഹാർഡായിട്ടുള്ള സ്കിന്നായിരിക്കും, അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട സ്കിന്നിൽ കണ്ടുവരുന്ന സ്ക്ലിറോഡെർമയുടെ ഒരു സൈൻ. ആൻഡ് ദെൻ ഓൾസോ വി ക്യാൻ സീ സം ഇൻട്രസ്റ്റിംഗ് ഫിനോമിന, ദറ്റ് ഈസ് റൈനോൾഡ്സ് ഡിസീസ്. റൈനോൾഡ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇതിൽ കാണാൻ സാധിക്കും. ഇതൊന്നുമല്ല, അല്ലെങ്കിൽ റൈനോൾഡ്സ് ഫിനോമിന എന്ന് നമുക്ക് പറയാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ യു എൻ്റർ ഇൻ ടു എ cold environment or when you are having any kind of emotional disturbances, അതായത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പിരിമുറുക്കങ്ങളോ അല്ലെങ്കിൽ നിങ്ങളൊരു കോൾഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴോ, സേ ഫോർ എക്സാമ്പിൾ ഒരു AC റൂമിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മളുടെ ഫിംഗർ ടിപ്സ് ഒക്കെ വളരെ ബ്ലൂയിഷ് ആയിട്ട് മാറുക. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ റൈനോൾഡ്സ് ഡിസീസ് അല്ലെങ്കിൽ റൈനോൾഡ്സ് ഫിനോമിന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഈ നമ്മളുടെ സ്ക്ലിറോഡെർമയിൽ കണ്ടുവരുന്നതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫിംഗർ ടിപ്സിലൊക്കെയുള്ള ബ്ലഡ് വെസൽസൊക്കെ വളരെയധികം പെട്ടെന്ന് തന്നെ കൺട്രാക്റ്റഡ് ആവും വെൻ യു ആർ എക്സ്പോസ്ഡ് ടു കോൾഡ് എൻവറോൺമെൻറ്റ്. അപ്പോൾ അങ്ങനെ അവിടെ കൺട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ബ്ലഡ് കൃത്യമായിട്ട് ഫിംഗർ ടിപ്സിലും അല്ലെങ്കിൽ നെയിൽ ബെഡ്സിലൊക്കെ എത്താതെ വരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു സയാനോസിസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവുന്നത്. So that is also a typical feature that is involved in the cases of scleroderma. ആൻഡ് ദെൻ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്ന സൈൻസ്. ആൻഡ് ദെൻ ഓൾസോ, ആസ് ഐ ഓൾറെഡി ടോൾഡ്, സ്ക്ലിറോഡെർമ ഇസ് നോട്ട് സ്ട്രിക്ട്ലി റിലേറ്റഡ് വിത്ത് അവർ സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ സ്കിൻ മാനിഫെസ്റ്റേഷൻസ് മാത്രമല്ല, ഇറ്റ് ഓൾസോ ഇൻവോൾവ് സോ മെനി അതർ സിസ്റ്റംസ് ഓഫ് ദ ബോഡി ആസ് വെൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും കാർഡിയോവാസ്കുലർ ഓർ റെസ്പിറേറ്ററി സിസ്റ്റത്തിലൊക്കെയാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ വി ക്യാൻ സീ ഡിസ്ഫാജിയ, അതായത് ഡിഫിക്കൽട്ടി ടു സ്വാലോ. ഫുഡ് കഴിക്കുമ്പോൾ ഇറക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ, ആസ് വി ഓൾ നോ, ഒത്തിരി ഓർഗൻസ് ഒത്തിരി സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് സ്ട്രക്ചറിനെയാണ് ഇത് ഇൻവോൾവ് ചെയ്യുന്നത് എന്ന് അനുസരിച്ചുകൊണ്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സൈൻസ് ആണ് ഈ രോഗം കാണിക്കുക. അതായത് ഇപ്പോൾ ഈസോഫാഗസിലാണ് നമ്മൾക്ക് പ്രശ്നമെങ്കിൽ അല്ലെങ്കിൽ ഈ ഹാർഡനിങ് എന്ന് ഉള്ളത് എങ്കിൽ വി ക്യാൻ സി ഡിസ്ഫാജിയ. ഓർ അതർവൈസ് വേറെ ഏതെങ്കിലും ഭാഗത്താണ് അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള സൈൻസ്, ഫോർ എക്സാമ്പിൾ ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, ഇമാതിരി സൈൻസ് ഒക്കെ ആയിരിക്കും കാണിക്കുക. സോ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സ്ക്ലിറോഡെർമ ഇൻ റിലേഷൻ വിത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡ്സ് ഓർ ഇറ്റ് വിൽ ബി റിലേറ്റഡ് വിത്ത് ദ ലൊക്കേഷൻ വേർ ദ ഹാർഡനിങ് ഹാപ്പൻസ് ഇൻ ദ എൻ്റയർ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, പിന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലും റെസ്പിറേറ്ററി സിസ്റ്റത്തിലൊക്കെ അതിൻ്റെ കാർഡിയാക് റിതം മാറ്റങ്ങൾ വരിക, അല്ലെങ്കിൽ റെസ്പിറേറ്ററി റിതത്തിൽ അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക, അങ്ങനെ ചെസ്റ്റ് പെയിൻസ് ഒക്കെ വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സൈൻസും കാർഡിയോവാസ്കുലർ സിസ്റ്റം ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ്. ആൻഡ് ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ഇറ്റ്സ് കോസസ്. കോസസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാനമായിട്ടും പാത്തോജനസിസ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ രോഗം ഉണ്ടാവുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ബോഡിയിലെ ടിഷ്യൂസിൽ ഒക്കെ പ്രിഡോമിനൻ്റ്ലി ഉള്ള അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂസിൽ പ്രധാനമായിട്ടുള്ള ഒരു പ്രോട്ടീനാണ് കൊളാജൻ.
അപ്പോൾ ഈ കൊളാജൻ ഫൈബേഴ്സ് ആണ്, അല്ലെങ്കിൽ കൊളാജൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഫൈബ്രസ് പ്രോട്ടീനാണ് ദാറ്റ് മേക്കപ്പ് അവർ കണക്റ്റീവ് ടിഷ്യൂസ് മെയിൻലി. അപ്പോൾ ഈ കൊളാജൻ ഫൈബേഴ്സ് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ കൊളാജനൊക്കെ പോയി നമ്മുടെ സെൽസിൽ വിവിധ സ്ഥലങ്ങൾ അക്യുമുലേറ്റഡ് ആവും. ഇങ്ങനെ അക്യുമുലേറ്റഡ് ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ക്ലീറോഡെർമയുടെ കേസിൽ ഇങ്ങനെ ഹാർഡനിങ് സംഭവിക്കുന്നത്. സോ കോസറ്റീവ് ഫാക്ടേഴ്സ് ഓർ പാത്തോജനസിസ് ഇസ് ക്ലിയർലി മെൻഷൻഡ് ആസ് ഓവർ പ്രൊഡക്ഷൻ ആൻഡ് അക്യുമുലേഷൻ ഓഫ് കൊളാജൻ ഫൈബേഴ്സ് ഇൻ ദ കണക്റ്റീവ് ടിഷ്യൂസ് ഓഫ് അവർ ബോഡി. ഓക്കെ, overproduction and accumulation of collagen fibers in the connective tissues of the body. And then വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ എന്തുകൊണ്ടാണ് കൊളാജൻ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു ഉത്തരം ഇല്ല. അത് ഇതേവരെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ രോഗം ഉണ്ടാവുന്നത്. പക്ഷേ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ എക്സസ് പ്രൊഡക്ഷൻ ഓഫ് കൊളാജൻ എന്നുള്ളത് കൃത്യമായിട്ട് ആൻസർ കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഓക്കെ, ദാറ്റ് ഈസ് പാത്തോജനസിസ് ആൻഡ് എറ്റിയോളജി. പക്ഷേ നമുക്ക് ഡയറക്റ്റ് ഒരു എറ്റിയോളജിക്കൽ ഫാക്ടർ ഇല്ല എന്നുണ്ടെങ്കിലും വി ക്യാൻ ട്രേസ് സം കൈൻഡ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ആസ് വെൽ. അത് ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ് ജെനറ്റിക്സ്, അല്ലെങ്കിൽ പൂർവികർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു തലമുറയിലും ഇത് കണ്ടുവരാൻ സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ വി ആർ ഹാവിങ് സം എൻവറോൺമെൻറ്റൽ ട്രിഗേഴ്സ്, ഫോർ എക്സാമ്പിൾ സം കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻസ്, സം കൈൻഡ് ഓഫ് മെഡിക്കേഷൻസ്. അതായത് ചില എസ്പെഷ്യലി ഈ വൈറൽ ഇൻഫെക്ഷസ് ഡിസീസൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഈ രോഗം കണ്ടുവരാറുണ്ട്. അതായത് ആദ്യം കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇഫ് എ പേഴ്സൺ ഈസ് ഇൻഫെക്റ്റഡ് വിത്ത് എനി കൈൻഡ് ഓഫ് സം കൈൻഡ് ഓഫ് വൈറൽ ഇൻഫെക്ഷൻസ് ആൻഡ് ആഫ്റ്റർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ദറ്റ് ഇൻഫെക്ഷൻ ഇസ് റിലീവ്ഡ്, അതിനുശേഷം പക്ഷേ അത് സ്ക്ലീറോഡെർമയിലേക്ക് വഴിവെക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ ഈ റിസ്ക് ഫാക്ടറായിട്ട് ഈ ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് മാറാറുണ്ട്. ആൻഡ് ഓൾസോ സം കൈൻഡ് ഓഫ് മെഡിക്കേഷൻസ് ഉണ്ട്. ചില മെഡിക്കേഷൻസ് ഒക്കെ എസ്പെഷ്യലി ഇങ്ങനെ ടോപ്പിക്കൽ മെഡിക്കേഷൻസ്, അല്ലെങ്കിൽ സ്കിന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ മറ്റു പല മെഡിക്കേഷൻസും എന്താ പറയുക, ഒന്നെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലോ അല്ലെങ്കിൽ സ്കിന്നിലോ ഒക്കെ ഇങ്ങനത്തെ സ്ക്ലീറോഡെർമയുടെ പാച്ചസ് ഉണ്ടാക്കാൻ കാരണമായി നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ദെൻ അടുത്തതാണ് ഇതിൻ്റെ ഡയഗ്നോസിസ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡയഗ്നോസ്. കാരണം എക്സാക്ട്ലി സ്ക്ലീറോഡെർമയാണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഒക്കെ പൊതുവെ ഇറ്റ് ഇസ് വെരി ഹാർഡ് ടു ഡയഗ്നോസ്. കാരണം എക്സാക്ട്ലി ഈ രോഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാത്തിലും ഓൾമോസ്റ്റ് സെയിം സൈൻസ് ആൻഡ് സിംറ്റംസ് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡയഗ്നോസ്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്ക്ലീറോഡെർമ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വി നീഡ് ടു ഹാവ് തറോ ഫിസിക്കൽ എക്സാമിനേഷൻ. കൃത്യമായിട്ട് ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സൊക്കെ നോക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഡയഗ്നോസ്റ്റിക് ഫീച്ചറായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആൻഡ് ഓൾസോ വി വിൽ യൂസ് സം കൈൻഡ് ഓഫ് ബ്ലഡ് ടെസ്റ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ സം കൈൻഡ് ഓഫ് ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ റിലേറ്റഡ് വിത്ത് സ്ക്ലീറോഡെർമ. സ്പെസിഫിക് ആയിട്ടുള്ള ചില ആൻറ്റിബോഡി ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് ആ കൺസേൺഡ് ആയിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ട് എങ്കിൽ നമുക്ക് സ്ക്ലീറോഡെർമയാണെന്ന് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ചില സ്പെസിഫിക് ടെസ്റ്റുകളുണ്ട്. സോ അത് കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന ടെസ്റ്റുകളാണ്. യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദർ ആർ സം ടെസ്റ്റ് റിലേറ്റഡ് വിത്ത് വെദർ ദ പേഷ്യൻറ്റ് ഇസ് ഹാവിങ് a concerned antibodies that is closely related with the scleroderma in the bloodstream. അപ്പോൾ ബ്ലഡ് വഴി ആ ആൻറ്റിബോഡീനെ ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് സ്ക്ലീറോഡെർമയായിട്ട് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു പരിധി വരെ. ആൻഡ് ഓൾസോ നമ്മൾ നേരത്തെ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ് പറഞ്ഞ പോലെ തന്നെ ഇതിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് സ്കിന്നിൻ്റെ ഒരു സാമ്പിൾ എടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ പോർഷൻ വിൽ ബി റിമൂവ്ഡ് ആൻഡ് അതിൽ നിന്ന് ലബോറട്ടറി ടെസ്റ്റ് നോക്കി, അല്ലെങ്കിൽ അത് നോക്കിയതിന് ശേഷം എന്നിട്ട് ആ സ്കിന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് സ്ക്ലീറോഡെർമയാണോ എന്നല്ല, അതായത് ഒന്നുമല്ല, സ്കിന്ന് വളരെ ഹാർഡനാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വി വിൽ പീൽ ഓഫ് എ പോർഷൻ ഓഫ് സ്കിൻ ആൻഡ് ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷന് ശേഷം അത് എക്സ്ട്രാ ഹാർഡനാണ് അല്ലെങ്കിൽ കൂടുതൽ കൊളാജൻ ഫൈബേഴ്സ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കും. സോ ദാറ്റ് ഈസ് സോ മെയിൻലി 3 tests. First is physical examination, then we will go for concerned blood test, and also we will use skin samples removed for laboratory examinations. And then coming to treatment പൊതുവെ നമ്മൾ we will generally use steroids എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ ടു കൺട്രോൾ സ്വെല്ലിങ് ആൻഡ് ജോയിൻറ്റ് പെയിൻ. പിന്നെ വേറൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ യൂസ് BP മെഡിക്കേഷൻസ്.
അതായത് ബ്ലഡ് പ്രഷറിന് നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻസ് ഒക്കെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിച്ച് കണ്ടുവരാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് വി ഓൾ നോ ബ്ലഡ് പ്രഷറിന് നമ്മൾ സാധാരണ വാസോ ഡൈലേറ്റേഴ്സ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉപയോഗിക്കും. അതായത് ബ്ലഡ് വെസലുകൾ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻലാർജ് ഇൻ ദ സെൻസ് ടു ഡൈലേറ്റ് ദ ബ്ലഡ് വെസൽസ് വി ക്യാൻ റെഡ്യൂസ് ബ്ലഡ് പ്രഷർ. അപ്പോൾ ബ്ലഡ് പ്രഷർ കൂടുന്ന ഒരു വ്യക്തിക്ക് ബ്ലഡിൻ്റെ അല്ലെങ്കിൽ ബ്ലഡ് പാസ് ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ചെയ്യുന്നതിലൂടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ വി വിൽ യൂസ് സം കൈൻഡ് ഓഫ് വാസോ ഡൈലേറ്റേഴ്സ് ഇൻ ദ കേസസ് ഓഫ് ബി പി. അപ്പോൾ ഇത്തരത്തിലുള്ള വാസോ ഡൈലേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈനോൾഡ്സ് ഫിനോമിന ഒരു പരിധിവരെ തടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള കേസുകളിൽ വി വിൽ യൂസ് ബി പി മെഡിക്കേഷൻ ടു ഡൈലേറ്റ് ബ്ലഡ് വെസൽസ് ടു കൺട്രോൾ ദിസ് Reynolds disease. Okay, and then we will use immunosuppressants as it is having a close relationship with other autoimmune disorders. അല്ലെങ്കിൽ തന്നെ സ്ക്ലീറോഡർമ ഓൾസോ ഇസ് കൺസിഡേർഡ് ആസ് ആൻ ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ. അപ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ മെക്കാനിസം തന്നെ നമ്മൾക്ക് വേണ്ടി നമ്മൾക്കെതിരെയായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് വി നീഡ് ടു സപ്രസ് ദ ഇമ്മ്യൂണിറ്റി. ഫോർ ദാറ്റ് വി വിൽ യൂസ് ഇമ്മ്യൂണോസപ്രസൻറ്റ് ഡ്രഗ്സ് ആസ് വെൽ. ആൻഡ് ദെൻ വി വിൽ യൂസ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സ് നേരിട്ട് ഈ രോഗമായിട്ട് ബന്ധമുള്ളതല്ല. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇഫ് ദർ ഇസ് സം കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻസ്, നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സും ഉപയോഗിക്കും. ആൻഡ് ദ ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ ഇസ് സർജറി. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് സിവിയർലി ഹാർഡൻഡ് ആയി അല്ലെങ്കിൽ സിവിയർലി എഫക്റ്റഡ് ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റിയാണ് അതിനുള്ളത്. ഒന്ന്, ആ ഭാഗം ഛേദിച്ച് കളയാം, അല്ലെങ്കിൽ ആംപ്യൂട്ടേഷൻ ഒരു പോസിബിലിറ്റിയാണ്. ആൻഡ് സെക്കൻഡ്ലി ആ ഓർഗൺ ആംപ്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഓർഗൺ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആംപ്യൂട്ടേഷൻ ഓർ ട്രാൻസ്പ്ലാന്റേഷൻ ഇസ് ദ സർജിക്കൽ മെത്തേഡ് വി വിൽ യൂസ് ഇഫ് ദിസ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ദ സ്ക്ലെറോഡെർമ ഓൺ എ പെർട്ടിക്കുലർ ഒക്കേഷൻ is severely dangerous. Okay, so that is about scleroderma. Hope you got an idea about scleroderma. And as I consistently saying that please ask some questions if you have any doubts regarding all these topics. And പിന്നെയും ഈ വീഡിയോസ് മനസ്സിലായില്ലെങ്കിൽ കേൾക്കുക, കമൻറ്റ് ബോക്സിൽ വന്ന് എന്താണെന്ന് വെച്ചാൽ ചോദിക്കുക, ഓർ പേഴ്സണലി കോൺടാക്ട് മീ. അപ്പോൾ ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്.